ഇന്ന് നമുക്കൊരു മുട്ടപ്പുളി വെച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. തേങ്ങ വറുത്തരച്ചെടുക്കണം കേട്ടോ. വറുത്തരയ്ക്കുമ്പോൾ നമ്മുടെ മല്ലി, മുളക്, കുരുമുളക് അതുപോലെ തന്നെ മസാലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തരച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ വേണം. പിന്നെ നമുക്ക് കുറച്ച് വാളംപുളിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് നന്നായി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ അരപ്പും കൂടെ ഒഴിക്കുക കേട്ടോ. അരപ്പൊഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഒഴിച്ച് നന്നായി തിളപ്പിച്ചാൽ നമ്മുടെ ചാറ് റെഡി ആയിട്ടാണ്. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നേരെ ഓംലേറ്റ് അടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടപ്പുളി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.